അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാൻ ഇന്നെടുക്കുന്ന സബ്ജക്റ്റ് ഖുർആനിലെയും ബൈബിളിലെയും ഹദീസിലെയും നമ്മുടെ സൃഷ്ടാവിൻ്റെ പ്രകാശത്തെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് വചനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആദ്യം ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ജരീനി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം: ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഉണ്ടായിരുന്നു. ബദർ രാവിൽ ചന്ദ്രനിലേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു: നിശ്ചയം നിങ്ങളുടെ നാഥനെ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചന്ദ്രനെ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം നേടുകയില്ല, അതുപോലെ റബ്ബിനെ കാണുന്നതിലും നിങ്ങൾക്ക് വിഷമം നേടുകയില്ല. ബുഹാരി മുസ്ലിമില്. പിന്നെ മറ്റൊരു ഹദീസ് സുഹൈബി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം അള്ളാഹു ചോദിക്കും, കൂടുതൽ വല്ലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അന്നേരം അവർ പറയും, ഞങ്ങളുടെ മുഖത്തെ നീ പ്രകാശിപ്പിച്ചില്ലേ, സ്വർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തില്ലേ, അതിൽ കൂടുതൽ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തത്സമയം അള്ളാഹു ഹിജാബിനെ നീക്കിക്കളയും. അപ്പോൾ അവർക്ക് അവരുടെ റബ്ബിനെ കാണാൻ സാധിക്കും. തങ്ങളുടെ നാഥനിലേക്ക് നോക്കുന്നതിലുപരി ഇഷ്ടപ്പെട്ട മറ്റൊന്നും അവർക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. മുസ്ലിം. ഇനി മറ്റൊരു ഹദീസിൽ ഇസ്രാ മിഹ്റാജ് ആകാശരോഹണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശവും സ്വർഗവും കടന്ന് പ്രകാശത്തിന്റെ ലോകത്തെത്തുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല, കാരണം എൻ്റെ ചിറകുകൾ കരിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ 3 ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സൃഷ്ടാവിനെ നമ്മൾ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് തടസ്സമില്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നും സ്വർഗത്തിൻ്റെ മേലാണ് ഈ ഒരു പ്രകാശത്തെ സൂചിപ്പിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി വെളിപ്പാടിൽ 22:5 ഇനി രാത്രി ഉണ്ടായിരിക്കില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ലാണ്. അപ്പോൾ സ്വർഗത്തിലെ കർത്താവിന്റെ പ്രകാശത്തെ പറ്റിയിട്ടാണ് ഈ ബൈബിൾ വചനം ഇവിടെ പറയുന്നത്. ഇനി വിശുദ്ധ ഖുർആന് അൻ-നൂറിൽ 34 എന്താ പറയുന്നത് നോക്കാം. അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഇതാ: ചുവരിൽ വിളക്ക് വെക്കാനുള്ള ഒരു മാടം, അതിൽ ഒരു വിളക്ക് ഒരു സ്ഫടികത്തിനകത്ത്, സ്ഫടികം ഒരു ജ്വലിക്കുന്ന നക്ഷത്രം പോലെ ഇരിക്കുന്നു. അനുഗ്രഹീതമായ വൃക്ഷത്തിൽ നിന്നാണ് അതിൻ്റെ ഇന്ധനം നൽകപ്പെടുന്നത്, കിഴക്കോ പടിഞ്ഞാറോ അല്ലാത്ത ഒലിവ് വൃക്ഷത്തിൽ നിന്ന്. അതിൻ്റെ എണ്ണ തീ തട്ടിയില്ലെങ്കിൽ പോലും പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശത്തിന് മേൽ പ്രകാശം. അപ്പോൾ ഇത്രയും ഖുർആനിൽ നിന്നും ബൈബിളിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് നമ്മുടെ സൃഷ്ടാവിൻ്റെ പ്രകാശത്തെ പറ്റി മനസ്സിലായി. ഇനി ശാസ്ത്രം കണ്ടെത്തിയ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെയും മുകളിൽ 7 ആകാശത്തിൻ്റെയും മുകളിൽ സ്വർഗത്തിൻ്റെയും മുകളിലാണ് ഈ പ്രകാശം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ആത്മാവിൽപ്പെട്ട ഈ പ്രകാശം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അവനാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് നമ്മുടെ മനുഷ്യ ശരീരം തന്നെയാണ്. നമ്മുടെ വിരലൊന്ന് അനങ്ങണമെങ്കിൽ, കണ്ണൊന്ന് ചിമ്മണമെങ്കിൽ, കാലൊന്ന് എടുത്തു വെക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കണം, എങ്കിൽ നമ്മൾ അനങ്ങുകയുള്ളൂ. ഇതേ ഘടനയിൽ തന്നെയാണ് മൃഗങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറ ഹൂദ് 56 വചനം: എൻ്റെയും നിന്റെയും രക്ഷിതാവായ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നു. യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നെറുകയിൽ നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെ തീർച്ചയായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു. അപ്പം നമ്മളെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചിട്ടത് എങ്ങനെയാണ്? അപ്പം എല്ലാത്തിൻ്റെയും നിയന്ത്രണം എവിടെയാണ്? ബ്രെയിനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഘടന എങ്ങനെയാണ്? അതേ ഘടനയിൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള സൂചനകളും. അപ്പോൾ തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിന് പല രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ളൊരു തെളിവും കൂടിയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലും ഖുറാനിലും നമുക്ക് പുറത്തുകൊണ്ടുവരുന്നുണ്ട്, എന്നാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇനിയും ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക, കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തി തരാനുള്ള അവകാശം കൂടി ഉണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും.